ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മറഞ്ഞു നിൽക്കുന്ന ശത്രു ആരാണ്. ഈ ഒരു ടാർട്ട് റീഡിങ്ങിലൂടെ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആ നിഗൂഢമായ ശത്രുവിൻ്റെ മുഖം യൂണിവേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നു. വളരെ അപചാരിതമായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ എനിക്കിവിടെ ഫീൽ ചെയ്യുകയുള്ളൂ. റീഡിങ്ങിനായി 2 പൈൽ നമ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ നമ്പർ തിരഞ്ഞെടുക്കുക. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമുക്ക് പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് നോക്കാം. ഫയൽ നമ്പർ 1ന് വന്നിരിക്കുന്ന കാർഡുകൾ 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ജഡ്ജ്മെൻറ്റ്, ദ ടവർ ആൻഡ് ദ ഏസ് ഓഫ് കപ്സ്. ഈ വന്നിരിക്കുന്ന കാർഡുകൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു ആത്മീയ മുന്നറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ചിലർ, പക്ഷേ സ്നേഹത്തോടെയല്ല, കുറച്ചധികം അസൂയോടുകൂടി വീക്ഷിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ വളരെ പ്രയത്നത്തോടു കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് ജോലിയിലായാലും പഠനമായാലും കുറച്ച് ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലോ ഉള്ള അവരുടെ ആ ഒരു കഴിവ് മറ്റുള്ളവരുടെ ആ ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകുന്നത് സഹിക്കാൻ വയ്യാത്ത ഒരാൾ. നിങ്ങളുടെ ആ ഒരു ടീം വർക്കിലോ ക്രിയേറ്റീവ് ഫീൽഡിലോ നിങ്ങൾ ആ ഷൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ സഹിക്കാനാവുന്നില്ല ആ ഒരാൾക്ക്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം തന്നെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ള നിങ്ങളുടെ ഒരു സർക്കിളിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ അവർ സഹായിയെ പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ മത്സരം അവർക്ക് നിങ്ങളോടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ജഡ്ജ്മെൻ്റ് ആണ്. ഒരു കർമ്മയുടെ അടയാളം. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും, എന്നാൽ അവരത് തെറ്റായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും. യൂണിവേഴ്സ് അവർക്ക് മുൻപിൽ ഒരു മിററിംഗ് എഫക്റ്റ് കാണിക്കുന്നു. ഈ ഒരു കാർഡ് പറയുന്നു, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടി ലഭിക്കുന്നു, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങൾ തുറന്നു കാണപ്പെടും നിങ്ങൾക്ക് മുൻപിൽ. ശത്രു ആരെന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിലോ നിങ്ങളുടെ ആ ഒരു ഉൾക്കാഴ്ചയിലോ ഒക്കെ നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് യൂണിവേഴ്സ് ചില അടയാളങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കും. ചിലപ്പോഴൊക്കെ അത് നിങ്ങൾക്ക് തോന്നലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു തോന്നലല്ല, ചില സത്യങ്ങൾക്ക് നേരെ ഉള്ള യൂണിവേഴ്സിൻ്റെ അടയാളങ്ങളാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ടവർ ആണ്. ഇതൊരു ട്രൂത്ത് എക്സ്പോഷൻ കാർഡാണ്. മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. ആ ഒരു വ്യക്തിയുടെ മുഖം പതിയെ പുറത്തു വരും. ഒരു ആർഗ്യുമെന്റിലൂടെയോ ഒരു ഗോസിപ്പിലൂടെയോ അതല്ലെങ്കിൽ വളരെ അവിചാരിതമായിട്ടുള്ള ചില സംഭവങ്ങൾ മുഖേന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നു. ആദ്യമൊക്കെ ആ ഒരു യഥാർത്ഥ മുഖം നിങ്ങൾ കാണുമ്പോൾ ഒരു ഷോക്കിംഗ് ഫീൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് വലിയൊരു ഫ്രീഡം ആ ഒരു ഭാരമുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുന്നതിലൂടെ ലഭിക്കും. പിന്നീട് നിങ്ങൾക്ക് അതൊരു ആശ്വാസമായിട്ട് തോന്നും. ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്നത് വളരെ അത്യാവശ്യമുള്ളതാണ്. നിങ്ങളെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ മോചിപ്പിക്കാനായി നടത്തുന്ന ഒരു ശ്രമമാണിത്. ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു റീഡിങ്ങിനുള്ള ഏറ്റവും മനോഹരമായ ഒരു അടയാളം. ഇതൊരു പുതിയ തുടക്കം, അതല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ്, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ്റെ അടയാളമാണ് നിങ്ങൾക്ക്. ശത്രുവിനെ നിങ്ങളെ തകർക്കാനാവില്ല എന്നും പകരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നു. പതിയെ നിങ്ങൾ അവിടെ നിന്നും പിൻവാങ്ങി നിങ്ങളുടെ ഹൃദയം തുറന്ന് പുതിയ എനർജിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. കുറേയേറെ നിരാശകൾ സംഭവിച്ച് അവസാനം നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുണയുള്ളവരാക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കുകയും ചില കാര്യങ്ങൾക്ക് ഞാനിനി ഒറ്റയ്ക്ക് മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു യൂണിവേഴ്സ് ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളെ എത്തിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വളർച്ചയിൽ എല്ലാവരും സന്തോഷിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ആ ഒരു സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെയും ന്യായം എന്നത് നിങ്ങൾക്കൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് നീതി തരാനായി ദൈവം നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൈൽ നമ്പർ 1, നിങ്ങളുടെ ആ ഒരു മറഞ്ഞിരിക്കുന്ന ശത്രു എന്നത് ഒരാൾ മാത്രമല്ല, നിങ്ങൾക്കൊപ്പമുള്ള ചിലരുടെ അസൂയയും അതോടൊപ്പമുള്ള വിഷമുള്ള ആ ഒരു എനർജിയുമാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല വാർത്ത എന്നത് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ ആത്മാവ് വളരെ ശക്തമാണ്. നിങ്ങളുടെ ഹൃദയം പവിത്രമായതിനാൽ തന്നെയും
പ്രാർത്ഥനയിലും ആത്മവിശ്വാസത്തിലും തുടർന്ന് അങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കൂ. ട്രൂത്ത് എല്ലായ്പ്പോഴും പുറത്തു വരും. യൂണിവേഴ്സ് നിങ്ങളെ എപ്പോഴും കാത്തുകൊള്ളും. എല്ലാ കാലവും ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അയാൾക്കൊപ്പം നിന്ന് അങ്ങനെ തന്നെ അയാളെ വഞ്ചിച്ച് മുന്നേറാൻ ഒരു യൂണിവേഴ്സും ഒരാളെയും അനുവദിച്ചു കൊടുക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആ പ്രാർത്ഥനകളോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഫിസിക്കൽ ഓറയും ശക്തമാക്കൂ. ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് അടുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൈൽ നമ്പർ 1 വന്നിരിക്കുന്ന റീഡിംഗ്. നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തതായി നമുക്ക് പൈൽ നമ്പർ 2 റീഡിംഗ് നോക്കാം. പൈൽ നമ്പർ 2 വന്നിരിക്കുന്ന കാർഡുകൾ 7 ഓഫ് വൺസ്, ക്യൂൻ ഓഫ് വൺസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ആദ്യത്തെ കാർഡ് 7 ഓഫ് വൺസ് ആണ്. 7 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴും സ്വയം പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. തടസ്സങ്ങളിൽപ്പെട്ട് അങ്ങനെ നിൽക്കാറില്ല. നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ബോൾഡ്, കോൺഫിഡൻറ്റ്, ഇൻസ്പയറിംഗ്. പക്ഷേ അത് ചിലർക്ക് ഒരു ത്രെറ്റായിട്ട് തോന്നുന്നു. നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അവർ നിങ്ങളെ ഒരിക്കലും നേരിട്ട് ആക്രമിക്കില്ല. പക്ഷേ പിന്നിൽ നിന്നും ഗോസിപ്പ്, കോമ്പറ്റീഷൻ, അതല്ല എങ്കിൽ ഒരു ജലസി അതങ്ങനെ കാണിക്കുന്നതായി കാണുന്നു. പക്ഷേ ഈ ഒരു കാർഡ് പറയുന്നു നിങ്ങൾ സത്യത്തിൽ ഒരു ഹൈ ഗ്രൗണ്ടിലാണ്, ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം. നിങ്ങൾ വളരെ ഉയരത്തിൽ നിൽക്കുമ്പോൾ താഴെ നിന്നും കല്ലെടുത്തെറിയുന്ന കുറച്ച് ആളുകൾ. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വൺസ് എനർജിയാണ്. ഒരു കാരിസ്മാറ്റിക്, ക്രിയേറ്റീവ്, മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്. നിങ്ങൾ ഏത് ഒരു സൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ചിലർക്ക് ഒരു ഇൻസെക്യൂർ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളുടെ ചില കാര്യത്തിലുള്ള കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ അവർ സ്മൈലോടുകൂടി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിലും ഉള്ളിൽ ഒരു ബേണിംഗ് എൻവിയാണ്, ഒരു അസൂയ. ഇവിടെ ഒരു ഫീമെയിൽ എനർജി വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ശത്രു ഒരാളായിരിക്കാം, ഒരു സ്ത്രീയോ അതല്ല എങ്കിൽ ഫെമിനൈൻ എനർജി കാണിക്കുന്ന ഒരു മെന്നോ ആണ്. നിങ്ങളെപ്പോലെ ഗ്ലോ ചെയ്യാൻ വളരെയധികം അവർ ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു കറേജോ അല്ലെങ്കിൽ ഒരു കഴിവോ ഒന്നും അവർക്കില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് പറയുന്നു നിങ്ങളിൽ അബണ്ടൻസ്, കെയർ, സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ട്. നിങ്ങളൊരു ഹാർഡ് വർക്ക് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നേടിയതെല്ലാം അവർക്ക് പക്ഷേ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് തോന്നും. നിങ്ങളുടെ ആ ഒരു കൈൻഡ്നെസ് പോലും അവരെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയി കാണാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഹിഡൻ എനിമി നിങ്ങളുടെ സൗമ്യതയും ജനറോസിറ്റിയും എല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവർ പുറമെ വളരെ സപ്പോർട്ടീവായിട്ട് നടിക്കും, പക്ഷേ ഉള്ളിൽ അത് കമ്പാരിസൺ ചെയ്യും. എന്തുകൊണ്ട് അവർക്കിതെല്ലാം ലഭിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? യൂണിവേഴ്സ് പറയുന്നു അതൊക്കെ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്, നിങ്ങളുടെ കുറ്റമല്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ്. ഒരു കർമ്മയുടെ ചക്രം. നിങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ്. ഡെസ്റ്റിനി നിങ്ങളെ ഫേവർ ചെയ്യുന്നു. അത് കാണുമ്പോൾ ചിലർക്ക് ആകെപ്പാടെ ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ്. ഈ കാർഡ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരിയായ വഴിയിലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യത്തെ ആർക്കും പിടിച്ചു മാറ്റാൻ സാധിക്കില്ല. വ്യത്യാസം ഇതാണ്, അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളെയാണ്. അവരുടെ ആ ഒരു അസൂയ എന്നത് നിങ്ങളെ ഒരിക്കലും താഴേക്ക് കൊണ്ടുപോകില്ല. സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു വിഷമഘട്ടങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരു ഇന്ധനമാക്കി മാറ്റുന്നു. അത് നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു എന്നത് ഒരു ജലസിൽ കുടുങ്ങിയ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ വലയം കടന്ന് നിങ്ങളെ ചുറ്റിപ്പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളൊരു ക്യൂൻ എനർജിയിലുള്ള ആളായതിനാൽ തന്നെ ഒരു ഗ്രേസ്ഫുൾ, സ്ട്രോങ്, അബണ്ടൻ്റ് ആയിരിക്കും. എന്ത് ചെയ്താലും നിങ്ങളുടെ ആ ഒരു ഫെയ്ത്ത് കളയാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ ശത്രുക്കളുടെ കർമ്മ എന്തായാലും അതൊരു ഡീലിംഗ് ഉണ്ടാകും. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ഡീൽ നടക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനായി നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് എല്ലാം തന്നെ പെയ്ഡാണ്. ദിവസേനയുള്ള എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും
ജനിച്ച നാളും കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ജനിച്ച മാസം കമൻറ്റ് ചെയ്താലും മതിയാകും. നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായി ദയവായി കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രാർത്ഥനകളിൽ തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും തന്ന് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.